അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഒരു അത്യാവശ്യ വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മുസ്ലിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് കൂടാതെ വോട്ടർമാർ നിർബന്ധമായി പാലിക്കേണ്ട 8 കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുസ്ലിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കുറച്ച്. ആരെയാണ് വോട്ട് ചെയ്യുന്നതെന്ന് മുമ്പ് പഠിക്കുക. അതായത് നമ്മൾ ആരെയാണ് വോട്ട് ചെയ്യുന്നത് അവരെക്കുറിച്ചൊന്ന് പഠിക്കണം. സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനം, മര്യാദ, പൂർവ്വചരിത്രം പരിശോധിക്കുക. പ്രചരണത്തിൻ്റെ പേരിൽ ആരെയും അന്ധമായി പിന്തുടരരുത്. നിങ്ങളുടെ പ്രദേശത്തിന് യഥാർത്ഥത്തിൽ ഉപകാരപ്പെടുന്ന ആളെ നിങ്ങൾ തിരിച്ചറിയുക. സമാധാനവും വികസനം, നീതി എന്നിവ ഉറപ്പാക്കുന്നവനാണോ എന്ന് നോക്കുക. തെറ്റായ പ്രചരണം, വ്യാജ വാർത്ത എന്നിവ തിരിച്ചറിയാൻ പഠിക്കുക. നിങ്ങളുടെ ഉത്തരവാദിത്തം. വോട്ടൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഇത് ഒരു അമാനത്ത് ആയി കാണണം. വ്യക്തിപരമായ ലാഭമല്ല, സമൂഹത്തിൻ്റെ ഭാവിയാണ് മുൻനിർത്തേണ്ടത്. ഞാൻ അടുത്ത കാര്യം പറയുന്നത് വോട്ടർമാർ ചെയ്യേണ്ട 8 കാര്യങ്ങളെക്കുറിച്ചാണ്. വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുക. അതായത് പേര്, വിലാസം എല്ലാം ശരിയാണോ എന്ന് നിങ്ങൾ നോക്കണം. രണ്ടാമത്തെ കാര്യം, സാധുവായ ID കാർഡ് കൊണ്ടുവരിക. അതായത് ആധാർ കാർഡ്, DL എന്നിവ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ, ഇവയിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുവരിക. 3, ആരുടെയും സ്വാധീനത്തിന് വഴങ്ങരുത്. അതായത് പണമായിട്ട് ചിലർ തരും, സമ്മാനമായിട്ട് തരും, വാഗ്ദാനമായിട്ട് പറയും. ഒന്നും നിങ്ങൾ സ്വീകരിക്കരുത്. 4ാമത്തെ കാര്യമാണ്, യുക്തിപരമായ സ്ഥാനാർത്ഥിയെ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതായത് മതം, ജാതി, പാർട്ടി, സമ്മർദ്ദം എന്നിവ ഒഴിവാക്കി നല്ല പ്രവർത്തനമുള്ള ആളെ തിരഞ്ഞെടുക്കുക. വിശ്വസ്തതയുള്ള ആളെ, ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഇവയെ അടിസ്ഥാനമാക്കുക. 5ാമത്തെ കാര്യം, ക്യൂവിൽ നിന്ന് ശാന്തമായി വോട്ട് ചെയ്യുക. ക്രമശീലം പാലിക്കുക. 6ാമത്തെ കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വോട്ട് രഹസ്യമായി രേഖപ്പെടുത്തുക. മറ്റാൾക്ക് കാണിക്കരുത്. അതായത് ആർക്കും നിങ്ങൾ കാണിക്കരുത് വോട്ട്. 7ാമത്തെ കാര്യം, VVPAT പരിശോധിക്കുക. അതായത് വോട്ട് ശരിയാണോ എന്ന് കാണുക. 8, വോട്ട് ചെയ്യാതെ ഒഴിവാക്കരുത്. ഒരു വോട്ട് പോലും വളരെ വലുത്. നമ്മളെല്ലാവരും വോട്ട് ചെയ്യുക. ആരും വോട്ട് ചെയ്യാതെ ഒഴിവാക്കരുത്. എല്ലാവരും വോട്ട് ചെയ്യുന്ന പ്രവേശിക്കുന്നു. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.